ബജറ്റ് പ്രഖ്യാപനത്തിലോ ഏതാനും കോടികൾ വകയിരുത്തി കെട്ടിപ്പൊക്കുന്ന കല്ലിലും കോൺക്രീറ്റിലും ഒതുങ്ങുന്ന ഒരു പ്രഭാവമല്ല കേരളക്കരയിൽ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത്. അത് മനസ്സിലാകാത്ത ഇടതുപക്ഷം ഇപ്പോൾ സജീവ ചർച്ചയാക്കുന്നത് കോൺഗ്രസിനുള്ളിലെ സ്മാരക വിവാദങ്ങളാണ്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്മാരകം നിർമ്മിക്കാൻ തുക വകയിരുത്തിയില്ല എന്നതിനെ ചൊല്ലി പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ തന്റെ പഴയ രാഷ്ട്രീയ പകപോക്കലുകൾ തീർക്കുകയാണെന്നും 2011 മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭിന്നതകളാണ് ഇതിന് പിന്നില് എന്നുമാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ ഈ വിവാദങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന ശക്തമായ നിലപാടാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ബജറ്റിലെ പ്രഖ്യാപനത്തിലോ കുറച്ച് കോടി രൂപയുടെ ഫണ്ടിലോ ഒതുങ്ങുന്നതല്ല ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ ഓർമ്മകളെന്ന് ചാണ്ടി ഉമ്മൻ ഇവിടെ അടിവരയിട്ട് പറയുന്നു. സ്മാരകത്തിന്റെ പേരിൽ സർക്കാരിന്റെ ഔദാര്യം തങ്ങൾക്ക് ആവശ്യമില്ല എന്നും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തന്നെ മുൻകൈയെടുത്ത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉചിതമായ സ്മാരകം നിർമ്മിക്കും എന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പ്രഖ്യാപനം. വികാര പ്രകടനങ്ങൾക്കപ്പുറം പ്രായോഗികവും അന്തസ്സുറ്റതുമായ ഈ നിലപാടിലൂടെ കോൺഗ്രസ് അണികൾക്ക് വലിയ ആത്മവിശ്വാസം ചാണ്ടി ഉമ്മൻ നൽകുകയാണ്. വിവാദങ്ങളുണ്ടാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയ രാഷ്ട്രീയ എതിരാളികളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഈ തീരുമാനം. ബജറ്റിലെ ഈ വിഷയം ഉയർത്തി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന T. സിദ്ദിഖ, PC. വിശ്വനാഥ് തുടങ്ങിയ നേതാക്കൾ അധികാരത്തിന് വേണ്ടി മൗനം പാലിക്കുകയാണ് എന്ന വിമർശനം ഇടതുപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം നുണപ്രചാരണങ്ങളിൽ യാതൊരു വസ്തുതയുമില്ല. UDF ഭരണത്തിൽ മുഖ്യമന്ത്രി VD സതീശനും മറ്റ് മുതിർന്ന നേതാക്കളും തമ്മിൽ കൃത്യമായ ഏകോപനമുണ്ട്. ഭരണപരമായ കാര്യങ്ങളിൽ സ്വാഭാവികമായ മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ഥിരം ശൈലി തന്നെയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് VS അച്യുതാനന്ദന് സ്മാരകം പ്രഖ്യാപിച്ചതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ UDF സർക്കാരിനെ ചിലർ വിമർശിക്കുന്നത്. നിലവിലെ ബജറ്റിൽ VS സ്മാരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില വ്യക്തതക്കുറവുകൾ ഉണ്ടായപ്പോൾ മുൻ ബജറ്റിലെ ജനകീയ നിർദ്ദേശങ്ങൾ അതേപടി നിലനിൽക്കും എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇത് ഭരണപക്ഷത്തെ ആശയക്കുഴപ്പമല്ല, മറിച്ച് ജനാധിപത്യപരമായ സുതാര്യതയാണ് കാണിക്കുന്നത്. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നത് കോൺഗ്രസിന്റെ ബലഹീനതയല്ല, മറിച്ച് ശക്തിയാണ്. ഉമ്മൻചാണ്ടി എന്ന നേതാവ് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചവർ ഇപ്പോൾ അത് മറന്നു എന്ന് ആരോപിക്കുന്നവർക്ക് ചാണ്ടിമൻ നൽകിയ മറുപടി കൃത്യമാണ്. കോൺഗ്രസ് പ്രസ്ഥാനവും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും അദ്ദേഹത്തിന്റെ സ്മരണകളെ വരും തലമുറയ്ക്കായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കും. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് കാത്തു നിൽക്കാതെ ജനകീയ പങ്കാളിത്തത്തോടെ സ്മാരകം ഉയരുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ പുതിയ ഒരു മാതൃകയായി മാറും. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിലെ രാഷ്ട്രീയ പുകമറകൾ പൂർണ്ണമായിട്ടും നീങ്ങും എന്ന് ഉറപ്പാണ്.